ഹായ് ഹലോ നമസ്കാരം, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നമുക്ക് വെള്ളപ്പത്തിൻ്റെ മാവ് അരയ്ക്കാം കേട്ടോ. ഞാൻ ഈ ഒരു നാഴിക്ക് 3/4 സേറാണ് പച്ചരി എടുത്തിട്ടുള്ളത്. അത് നന്നായിട്ട് നമ്മൾ കഴുകി വെള്ളം തെളിയുന്ന വരെ കഴുകുക കേട്ടോ. എന്നിട്ട് അതൊരു 6 മണിക്കൂറെങ്കിലും കുതിർക്കാൻ വെക്കുക. നന്നായിട്ട് കഴുകിയാലും നമ്മൾ അരയ്ക്കുമ്പം ഒന്നും കൂടി കഴുകും കേട്ടോ. ഒരു 2-3 വെള്ളം തെളിയുന്ന വരെ നമ്മൾ വീണ്ടും അത് കഴുകും. അതിലുള്ള എല്ലാ അഴുക്കുകളും പോകുന്ന വരെ നന്നായിട്ട് നമ്മൾ കഴുകിയെടുക്കും കേട്ടോ. അങ്ങനെ കഴുകി ഊറ്റി വെച്ചിട്ടുണ്ട് ഞാൻ 6 മണിക്കൂർ കഴിഞ്ഞതിന് ശേഷം. പിന്നെ അതിലേക്ക് വേണ്ടത് നമുക്കിതാ തേങ്ങ വെള്ളം ഉണ്ട് കേട്ടോ. തേങ്ങ പൊട്ടിച്ചപ്പം തേങ്ങ വെള്ളം, തേങ്ങ, പിന്നെ അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ്, പഞ്ചസാര ഒരു സ്പൂണും പിന്നെ ഒരു പകുതിയോ അല്ലെങ്കിൽ 2 നിറയോ, അത് ഓരോരുത്തരുടെ മധുരത്തിനനുസരിച്ചാണ്. അപ്പം ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നമുക്ക് അരച്ചെടുക്കാം കേട്ടോ. ആദ്യം തേങ്ങയും തേങ്ങാവെള്ളവും, കുറച്ച് അരിയും, പിന്നെ ഞാൻ ഒരു കയ്യിൽ ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പം ഞാൻ എടുത്ത കയ്യിലാണ് കാണിക്കുന്നത്. ആ കയ്യിൽ ഒരു കയ്യിൽ ചോറും കൂടെ എടുത്തിട്ട് നമ്മൾ ഫസ്റ്റ് ട്രിപ്പ് അരയ്ക്കും കേട്ടോ. ഇത് നന്നായിട്ട് അരച്ചിട്ട് നന്നായിട്ട് അരയണം കേട്ടോ. അതിൽ ഒരു തരിപ്പോ ഒന്നും ഉണ്ടാവാൻ പാടില്ല. നല്ല വെണ്ണ പോലെ അരഞ്ഞ് കിട്ടണം. അങ്ങനെ ബാക്കിയുള്ളത് അരയ്ക്കുകയാണ്. അപ്പോൾ അതിലേക്ക് ഞാനൊരു 1/2 സ്പൂണ്, അരയിലും കുറച്ചും കൂടെ അധികം, അത്രയേ ഉള്ളൂ. ആ സ്പൂണിൻ്റെ ഫുള്ളായിട്ടൊന്നുമില്ല കേട്ടോ. അത്രയും അപ്പക്കാരം അതെടുത്തിട്ടുണ്ട്. അതിലിട്ടിട്ട് വീണ്ടും അരച്ച് അങ്ങനെ നമ്മൾ മൊത്തമായിട്ട് മാവ് അരച്ചിട്ടുണ്ട് കേട്ടോ. മിക്സീൻ്റെ ജാറിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ആ ജാറിലുള്ള മാവും കൂടെ നമ്മളിതിലേക്ക് ആവശ്യത്തിന് വെള്ളം പാകമാക്കിയിട്ട് ഇതിലേക്ക് ഒഴിച്ചിട്ട് നന്നായിട്ട് കൈ വെച്ചിട്ട് ഒരേ ഡയറക്ഷനിലേക്ക് നമ്മൾ ഇങ്ങനെ കൈ വെച്ച് നന്നായിട്ട് ഇളക്കുക കേട്ടോ. കുറച്ച് നേരം ഇളക്കിയതിന് ശേഷം നമ്മളതിൽ ഈസ്റ്റ് ഉണ്ടല്ലോ. അപ്പം ഞാൻ എടുത്ത ഈ കുപ്പിയിലെ ഈസ്റ്റിൽ 2 മൂടിയാണ് എടുത്തത്. 2 മൂടി ഈസ്റ്റ് മുകളിലിട്ട് വെക്കും, ഇളക്കൂല, മുകളിലിട്ട് വെക്കും. അതിന് പിറ്റേന്ന് രാവിലെ ആയപ്പോൾ ആ മാവ് നന്നായിട്ട് പൊങ്ങിയിട്ടുണ്ട് കേട്ടോ. അപ്പം വെള്ളത്തിൻ്റെ കുറവുണ്ട്. ഞാൻ വെള്ളം കുറച്ച് വെച്ചത് തന്നെയാണ്. ഞാൻ രാവിലെ ആകുമ്പം അത് മിക്സ് ചെയ്യുമ്പോൾ അതിലേക്ക് തേങ്ങാപ്പാൽ ഒഴിക്കും. അപ്പം ഒരു തേങ്ങേൻ്റെ പാലെടുത്തിട്ട് ഞാൻ വെജിറ്റബിൾ കുറുമയാണ് ഇതിലേക്ക് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിൻ്റെ വീഡിയോ കാണാത്തവർ കണ്ടു നോക്കുക. അപ്പം ഞാൻ ആ ഒരു തേങ്ങേൻ്റെ പാലെടുത്തു. എന്നിട്ട് അത് 2ലേക്കും കൂടി എടുത്തിട്ടതാണ്. ഈ ഒരു പാത്രത്തിൽ ഒരു 1/2 പാത്രത്തോളം തേങ്ങാപ്പാൽ ഉണ്ടായിരുന്നു. അതിന് ആ തേങ്ങാപ്പാൽ എടുത്തിട്ട് നന്നാക്കി ഇളക്കി നമുക്ക് എത്രയാണോ വെള്ളം വേണ്ടത്, എത്രയാണോ കട്ടി വേണ്ടത് അതിനനുസരിച്ച് പാകമാക്കിയിട്ട് നന്നായിട്ട് ഇളക്കിയിട്ട് നമ്മൾ അടച്ച് വെക്കുക കേട്ടോ. ഇപ്പോഴാണ് നമ്മൾ ഈസ്റ്റ് ഇതിൽ കിടന്നിട്ടാവുക. അപ്പം ഇന്നലെ നമ്മൾ മുകളിലാക്കി വെച്ചിട്ടുള്ളൂ. ഇങ്ങനെയാവുമ്പോൾ എന്താണെന്ന് വെച്ചാൽ നമ്മളെ മാവ് വല്ലാത്തൊരു പുളി ഉണ്ടാവില്ല, പുളി കുറവായിരിക്കും. വൈകുന്നേരം തന്നെ അതിങ്ങനെ ഈസ്റ്റ് ഇട്ടിട്ട് നമ്മൾ കലക്കി വെച്ചാൽ അതിന് വല്ലാതെ പുളി അധികമായിട്ടേക്ക് തോന്നിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ എനിക്കിഷ്ടമല്ല കേട്ടോ, ഒരു വെള്ളപ്പത്തിനൊരു പുളി വരുന്നത്. അപ്പം ഞാൻ രാവിലെ ഇങ്ങനെ ആക്കി അന്ന് അടച്ച് വെക്കുമ്പോൾ അത് നന്നായി പൊങ്ങി കുമിളകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുന്നുണ്ടോയെന്ന് അറിയില്ല, കുമിളകളൊക്കെ വന്നിട്ടുണ്ട്. പിന്നെ നമ്മൾ ചുട്ടെടുക്കുക ചെയ്യുക കേട്ടോ. ഇതിൽ തന്നെ നന്നായിട്ട് പൊങ്ങും കേട്ടോ. അങ്ങനെ നമ്മളത് ചുട്ടെടുത്തിട്ട് നല്ല സോഫ്റ്റാണ് കേട്ടോ വെള്ളപ്പം. ഇത് സാധാരണ ഞാൻ ഈ ചട്ടി മയക്കാറ് തലേന്ന് കോഴിമുട്ട എന്തെങ്കിലും ഇതിലുണ്ടാക്കി വെച്ചിട്ടാണ്. പക്ഷേ ഇപ്പോൾ മണ്ഡലമാസം നോലുമ്പൊക്കെ ആയതുകൊണ്ട് എനിക്കിതിൽ ഇങ്ങനെ എടുക്കാൻ വലിയൊരു ബുദ്ധിമുട്ട്. കാരണം എല്ലാത്തിനും ഉപ്പേരി വെക്കാനൊക്കെ ഞാൻ തന്നെയാണല്ലോ എടുക്കുക. പിന്നെ ഞാൻ നോൺ സ്റ്റിക്കിൻ്റെ ഒരു ചട്ടീൻ്റെ അതിലേക്ക് മാറ്റി 2ലും കൂടിയാണ് ഉണ്ടാക്കുന്നത്. എന്നാൽ വേഗം പണി കഴിയല്ലോ. കണ്ടോ വെള്ളപ്പം എന്തൊരു സോഫ്റ്റാന്ന് നോക്കിയാൽ. ഇങ്ങനെ എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കട്ടെ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണേ.